നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. FISന്റെ 10,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള സെല്ല് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിൽ ആഴ്ത്തി. HDFC ബാങ്കിൻ്റെ സിവിയർ ഫോളാണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഇടിവുണ്ടാക്കാനായിട്ട് കാരണമായത്. ഇന്നും മാർക്കറ്റ് വളരെയധികം സ്ട്രഗിൾ ചെയ്തു മുന്നോട്ട് വരാനായിട്ട്. ഈവൻ HDFC ബാങ്കും സ്ട്രഗിൾ ചെയ്തു. പക്ഷേ HDFC ബാങ്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് റിക്കവർ ചെയ്ത് വീണ്ടും താഴേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ആദ്യം HDFC ബാങ്കിൻ്റെ ചാർട്ട് നോക്കാം. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 1480 HDFC ബാങ്കിൻ്റെ ഫസ്റ്റ് ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം 1515 വരെ HDFC ബാങ്ക് റിക്കവറി രേഖപ്പെടുത്തി. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ 1515 പോയി, വീണ്ടും 1490 സപ്പോർട്ട് എടുത്തു, വീണ്ടും 1515 നല്ലൊരു പ്രൈസ് ആക്ഷൻ നടന്നു. വീണ്ടും HDFC ബാങ്ക് 1480, അതായത് രാവിലത്തെ ആദ്യത്തെ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സോൺ തന്നെ വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1440 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ഹൈലി വോളറ്റിലായിരുന്നു ഈ HDFC ബാങ്ക് പോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഏറെക്കുറെ നിഫ്റ്റിയും അതുപോലെ തന്നെയാണ് ട്രേഡിങ് തുടർന്നത്. അപ്പോൾ ചില ആളുകൾക്ക്, ഇപ്പോൾ നമ്മളെ ഇന്നലത്തെ കമൻറ്റ് സെക്ഷനിൽ കുറേ ആളുകൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ലോസ് വന്നിട്ടുണ്ട്. വളരെ സീവിയർ ആയിട്ടുള്ള ഫോളാണ്. കൊറോണയ്ക്ക് ശേഷം നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു സീവിയർ ആയിട്ടുള്ള ഫോളാണ്. എങ്കിലും ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ഫോള് നമ്മൾ ട്രേഡേഴ്സ് ഉണ്ടാക്കുന്നത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. എന്നാൽ ഈ വീക്കെൻഡ് സമയത്ത് ഓപ്ഷനെല്ലാം തന്നെ ബൈ ചെയ്ത് 2 ദിവസം തീറ്റ വാല്യൂ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി ബൾക്കായിട്ട് ബൈ ചെയ്യുക, ഒരിക്കലും വിൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത ട്രേഡുകളൊക്കെ ചെയ്യുക, ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത രീതിയിൽ ഒരുപാട് ആളുകൾ അപ്രോച്ച് ചെയ്തിട്ട് ഒരുപാട് കാശുകൾ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോക്കിൽ ബൈ ചെയ്യും പോലെയല്ല, അതിനൊരു ലിമിറ്റഡ് പീരീഡ് ഉണ്ട്. അതിൻ്റെ ആ ഒരു പ്രീമിയം എന്ന് പറയുന്നത് ഒരു തീറ്റ വാല്യൂ ഉണ്ട്, കൂടാതെ തന്നെ അതിന് ഡെൽറ്റ വാല്യൂ ഉണ്ട്. അത് രണ്ടും കൂടാതെ മറ്റ് IB പോലെയുള്ള മറ്റ് ഓപ്ഷൻ ഗ്രീക്സും ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു തീരുമാനം. അപ്പോൾ ഇതിനെക്കുറിച്ച് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഞായറാഴ്ച കാലിക്കട്ട് നമ്മൾ ക്ലാസ് നടത്തുന്നുണ്ട്. അതിനുശേഷമുള്ള ആഴ്ചയിൽ കൊച്ചിയിൽ നമ്മൾ ക്ലാസ് നടത്തുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നിഫ്റ്റി നോക്കാം. 21,477 ഓപ്പൺ ചെയ്തു. 21,300 നിഫ്റ്റി സപ്പോർട്ട് എടുത്തു. വീണ്ടും 21,550 നിഫ്റ്റി റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് 21,447 നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് നടത്തി. അപ്പോൾ ഇന്നത്തെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് തന്നെ ഏകദേശം ഒരു 200 പോയിൻറ്റിൻ്റെ മുകളിലുണ്ട്. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് ഏകദേശം ഒരു 270 പോയിൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഓൾ ടുഗദർ നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 100 പോയിൻറ്റ്, സെൻസെക്സ് 313 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 350 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കി. 1000 കമ്പനീസ് NSEയിൽ കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ 1133 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് താഴെ ക്ലോസ് ചെയ്തു. സൺഫാർമ, സിപ്ല, ടെക്കം, ടാറ്റ മോട്ടോഴ്സ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ കമ്പനീസ് ഇന്ന് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. 1.5% മുതൽ 3% വരെ. L&T മൈൻട്രി, HDFC, NTPC, ടൈറ്റാൻ, ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ കമ്പനീസിൽ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അപ്പോൾ ഇന്നത്തെ എര എന്ന് പറയുന്നത് L&T മൈൻട്രിയാണ്. 10% ഒരു ഫോൾ ഉണ്ടാക്കി. HDFC മോശമല്ലാത്ത രീതിയിൽ 3.5% ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും താഴെ നോക്കാം. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് 6% ഇടിഞ്ഞ് 14ലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ബിറ്റ്കോയിൻ 42,476. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനാണ്. FTSE, CAC 40, DAX തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനാണ്. ഏഷ്യൻ മാർക്കറ്റ് പൊതുവേ മിക്സഡായ ക്ലോസിംഗ് നടത്തി. ഏറ്റവും ടോപ്പിൽ ഇനി നോക്കാം. ഗോൾഡ് $2013 പെർ ഔൺസ്. തൊട്ട് താഴെ ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 17 പൈസ. ബ്രെൻഡ് ഓയിൽ 78 രൂപ എന്ന നിലയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ലെങ്കിലും എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ അവിടുത്തെ ടെക്നോളജി കമ്പനീസ് കാണാം, എല്ലാം ഗ്രീനിലാണ്. ഡോ ഫ്യൂച്ചറും ഗ്രീനിലാണ് ഇപ്പോൾ ട്രേഡിങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പൊതുവെ മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ പല രാജ്യങ്ങളിലും ഒരേ സമയം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കരയിലായാലും കടലിലായാലും പ്രശ്നങ്ങൾ, അതും ഏഷ്യൻ സൈഡിലായാലും മിഡിൽ ഈസ്റ്റിലായാലും പ്രശ്നങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങളിലും ഗ്ലോബൽ മാർക്കറ്റ് വളരെയധികം സൂക്ഷ്മമായിട്ട് നമ്മൾ വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മളെക്കൊണ്ട് പരമാവധി എല്ലാ ദിവസവും വൈകിട്ടും രാവിലെ
ഏരക്കും പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്ത ആളുകൾ തീർച്ചയായിട്ടും ന്യൂസായിട്ട് അപ്ഡേറ്റ് ആവാനായിട്ട് ശ്രമിക്കുക. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. സ്റ്റോക്ക് ന്യൂസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 200% നെറ്റ് പ്രോഫിറ്റിൽ അവർ വർധനവ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. കൂടാതെ തന്നെ അസറ്റ് ക്വാളിറ്റി എല്ലാം തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒറാക്കിൾ ഫിനാൻസ് കമ്പനി റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 69% ഉയർന്നു. കഴിഞ്ഞ തവണ 741 കോടി രൂപയായിരുന്നു. ഈ തവണ 1824 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. JSW ഇൻഫ്ര കമ്പനിയും ഇവർ ലീഡിംഗ് ആയിട്ടുള്ള നവകാർ കോർപ്പ് എന്ന് പറയുന്ന ഒരു ലോജിസ്റ്റിക് കമ്പനീനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. IEX ഇന്ന് 2 ദിവസം കൊണ്ട് ശക്തമായൊരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. IEX ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. ഇവർ ചെയ്യുന്ന ബിസിനസ് ഒരു മോണോപ്പൊളി നേച്ചറുള്ളൊരു ബിസിനസ്സാണ്. പക്ഷേ ഒരുപാട് മറ്റുള്ള ഈ ഒരു മേഖലയിൽ മത്സരം മുറുകി. ഫിസിക്കൽ ഇലക്ട്രിസിറ്റി എല്ലാം തന്നെ ക്രയവിക്രയം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ചാണ് IEXനുള്ളത്. അപ്പോൾ ഒരു സമയത്ത് ഇവരുടെ ഒരു സോഫ്റ്റ്വെയർ എല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ആണ് ശക്തമായി കയറി വന്നിട്ടുള്ളത്. പക്ഷേ ഇവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പവർ മിനിസ്ട്രി അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മാർക്കറ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ മൊണോപ്പൊളി നഷ്ടമാകും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ഫോൾ ആയിട്ടുള്ളത്. ഇന്നായിരുന്നു പവർ മിനിസ്ട്രി RK സിംഗിൻ്റെ ആ ഒരു പ്രസ്താവന. ഇന്ത്യ മാർട്ട് ഇൻ്റർമിഷ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 82 കോടി രൂപ. കഴിഞ്ഞ തവണ 112 കോടി രൂപ ഉണ്ടായിരുന്നതായിരുന്നു. അജ്മീറ റിയാലിറ്റി കമ്പനി കീസ്റ്റോൺ റിയാലിറ്റീസ് അതൊരു ലിസ്റ്റഡ് കമ്പനിയാണ്. അജ്മീറ റിയാലിറ്റിയും ലിസ്റ്റഡ് കമ്പനിയാണ്. ഇവർ രണ്ടും കൂടി ജോയിൻറ്റ് വെഞ്ചറായിട്ട് 760 കോടി രൂപ പുറത്തു വരുന്ന ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളെല്ലാം തന്നെ കമ്പനി ലോഞ്ച് ചെയ്തു. അശോക് ലെയ്ലാൻഡ് 1225 ബസ് കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് കമ്പനിക്ക് ലഭിച്ചു. ഏകദേശം ഒരു 600 കോടി രൂപ പുറത്തു വരുന്ന ഒരു ഓർഡറാണ്. നസാറ ടെക് കമ്പനി നമുക്കറിയാവുന്ന പോലെ നസാറ ടെക് എന്ന് പറയുന്നത് രാകേഷ് ജി എല്ലാം തന്നെ പ്രൊമോട്ട് ചെയ്ത് IPOയിലൂടെ വന്ന് ഒരു കമ്പനിയാണ്. ഗെയിമാണ്, മൊബൈൽ ഗെയിമിങ്ങും അതുപോലെയുള്ള മീഡിയ കമ്പനിയാണ്, സ്പോർട്സ് മീഡിയ കമ്പനിയാണ്. അപ്പോൾ അവർ ഒരുപാട് അക്വിസിഷൻസ് എല്ലാം തന്നെ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ്. ആരതി ഇൻഡസ്ട്രീസ് കമ്പനി സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയാണ്. ഇവർ ഗ്ലോബൽ അഗ്രോ കെമിക്കൽ കമ്പനീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 3000 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അതുപോലെ തന്നെ ഇവർക്കൊരു ലോങ് ടൈം 6000 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് ആരതി ഇൻഡസ്ട്രീസ് എക്സ്ചേഞ്ചിനെ അറിയിച്ചു. വെൽസ്പൻ കോർപ്പ് കമ്പനി ഇന്ന് സ്ലൈറ്റ്ലി റാലി രേഖപ്പെടുത്തിയ ഒരു കമ്പനിയാണ്. കമ്പനിക്ക് സമാനമായ രീതിയിൽ സൗദി അറേബ്യയിൽ നിന്ന് ഒരു വലിയൊരു മേജർ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇത് വെൽസ്പൻ കോർപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ പൈപ്പുകളെല്ലാം തന്നെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. 5% റാലി ഇവർ രേഖപ്പെടുത്തി. അരാംകോ പോലുള്ള പല ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ നിന്ന് സ്ഥിരമായിട്ട് ഓർഡറുകൾ ഈ വെൽസ്പന് കിട്ടാറുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് 3000 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇൻഡസ്ഇൻഡ് ബാങ്ക് റിസൾട്ട് വന്നു. 18% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 2297 കോടി രൂപയിലേക്ക് ഇവരുടെ അറ്റാദായം ഉയർത്തി. കഴിഞ്ഞ തവണ 1959 കോടി രൂപയായിരുന്നു. ഹോം ഫസ്റ്റ് ഫിനാൻസ് 58 നിന്ന് 78 അറ്റാദായം ഉയർത്തി. ഷാൽബി PK ഹെൽത്ത് കെയറിൽ 102 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. പ്രതാപ് സ്നാക്ക് കമ്പനി ഹരിദ്രാം എന്ന് പറയുന്ന ബോംബെയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്ക് കമ്പനി പ്രതാപ് സ്നാക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു. പോളിക്യാപ്പ് കമ്പനി 360 കോടി രൂപയിൽ നിന്ന് 413 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തിയിട്ടുണ്ട്. സസ്കൻ ടെക് കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഡിവൈസ് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പനി ഇവർ 690 കോടി രൂപയിലേക്ക് അറ്റാദായം കുറഞ്ഞു. കഴിഞ്ഞ തവണ 774 കോടി രൂപ ഉണ്ടായതായിരുന്നു. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു ബൈ ഓൾ.